والسلام على رسوله وعلى آله وصحبه رضي الله أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. قال رسول الله صلى الله عليه وسلم: من صام يوم السبع وعشرين من رجب كتب له صيام 60 شهرا وعلى أمة محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരിൽ നിന്നും സംഭവിച്ചു പോയ ന്യൂനതകൾ അല്ലാഹു പരിശുദ്ധമാക്കപ്പെട്ട ഇന്നത്തെ 27-ാം രാവിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അതൊക്കെ വിട്ടുപുറത്ത് മാറാക്കി കൊടുക്കുമാറാവട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട റജബ്, ആ റജബിലെ 27-ാം രാവ് അനുകൂലമായി സാക്ഷി പറയുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കറിയാം ഇന്ന് അസ്ർ നമസ്കാരം അതിന്റെ അവസാന സമയത്തോട് അടുക്കുന്ന ആ ഒരു സമയത്തിന്റെ തുടക്കത്തിലാണ്. മഗ്‌രിബിന്റെ സമയം ആവുന്നതിന്റെ തുടക്കത്തിലാണ് 27-ാം രാവ്. പരിശുദ്ധമാക്കപ്പെട്ട റജബ് 27-ാം രാവിന്റെ തുടക്കം. കൂടുതലൊന്നും വിശദീകരിച്ച് പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ മുഅ്ജിസത്ത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനാണ്. ആ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തുകളിൽ ഒരുപാട് മുഅ്ജിസത്തുണ്ട്. അതിൽ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആൻ കഴിഞ്ഞാൽ പിന്നീട് സ്ഥാനമുള്ളത് ഇസ്റാ മിഅ്റാജ്, ആ ഒരു യാത്രയ്ക്കാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താങ്ങും തണലുമായിരുന്ന ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെയും അവിടുത്തെ പിതൃവ്യൻ അബൂ ത്വാലിബ് എന്നവരുടെ വഫാത്തിന് ശേഷം ആരാലും സംരക്ഷിക്കാനും സമാധാനം കൊടുക്കാനും എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞൊരു മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു രീതിയിലൊക്കെ എല്ലാ സമയത്തും കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു അബൂ ത്വാലിബ് റളിയല്ലാഹു. അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് തന്നെ അബൂ ത്വാലിബ് എന്നവരും ഈ ലോകത്ത് നിന്ന് വിടർന്നുപോയി. ആ വർഷത്തെയാണ് ആമുൽ ഹുസ്ൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വിശേഷിപ്പിച്ചതാണ് ദുഃഖവർഷം. അത് അവിടുത്തെ 52-ാമത്തെ വയസ്സിലായിരുന്നു ആ ഒരു രംഗം നടക്കുന്നത്. നിബിധങ്ങളുടെ 50, 51, 52 ഈ 3 വർഷക്കാലം വെറും ദുരിതങ്ങൾ മാത്രം അനുഭവിച്ചുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് യാതൊരു സംരക്ഷണവും ലഭിക്കുന്നില്ല എന്ന് കണ്ട മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉമ്മയുടെ കുടുംബമൊക്കെ അമ്മാവന്മാരൊക്കെ താമസിച്ചിരുന്ന ത്വായിഫിലേക്ക് യാത്ര പോവുകയും അവിടെ ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിൽ എന്റെ കുടുംബക്കാർ എന്നെ സംരക്ഷിക്കും, എന്നെ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അങ്ങോട്ട് യാത്ര പോവുകയും അവിടെ എത്തിയ നിബിധങ്ങൾക്ക് ഉദ്ദേശിച്ച ആ ഒരു സ്വീകരണത്തിന് പുറമെ വളരെ വേദനാജനകമായ അവസ്ഥ നേരിടേണ്ടി വന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് എന്ത് ചെയ്യണമെന്നറിയാതെ തിരിച്ച് മക്കയിലോട്ട് തന്നെ തിരിച്ചു വരാൻ വേണ്ടി നിന്ന അവസരത്തിലെല്ലാം അവിടേക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല. മുഹമ്മദ് നബിക്കും അവിടുത്തെ അനുയായികൾക്കും ഇനി മക്കയിലോട്ട് പ്രവേശനമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ മനസ്സും വേദനിച്ച് ഖദീജ ബീവി കൂടെയില്ല, സംരക്ഷകനായിരുന്നത് അവിടുത്തെ അബൂ ത്വാലിബിന്റെ പിതൃവിനും കൂടെയില്ല, ആരാരും ഇല്ലാതെ എല്ലാ നിലക്കും മാനസികമായി തളർന്നു നിന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ഒരു യാത്ര കൊണ്ടുപോയി. ആ യാത്ര നടന്നത് പരിശുദ്ധമാക്കപ്പെട്ട റജബ് 27-ാം രാവിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വീണ്ടും അത് പറയുന്നത്, വീണ്ടും അതിനെ ഓർമ്മപ്പെടുത്തുന്നത്
പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ തന്നെ പറഞ്ഞു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറകനാ ഹൗലഹു. ബാറകനാ ഹൗലഹു എന്നവിടെ പദപ്രയോഗം പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് തഫ്സീറുകൾ ഖുർആനിൽ നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുവാനോ അതിനെപ്പറ്റി സംസാരിക്കുവാനുള്ള സമയം നമുക്ക് ലഭ്യമല്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ വരുന്ന സമയങ്ങളിൽ അതിനായിട്ടുള്ള സമയങ്ങളും സാഹചര്യങ്ങളും ഒക്കെ കിട്ടുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ ഒരു യാത്രയിൽ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് അറിവുകളും അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയും ഒരു 3 സമ്മാനം അവിടെ നിന്ന് കൊടുക്കുകയും ചെയ്തു. അതിൽ ഒന്നാമത്തെ സമ്മാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങൾക്ക് നൽകിയത് സ്വലാത്ത്, നമസ്കാരമാണ്. അസ്സലാത്തു മിഅറാജുൽ മുഅ്മിൻ. മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മിഅറാജ് എന്ന് പറയുന്നത് നിസ്കാരമാണ്. നബിതങ്ങളുടെ മിഅറാജ് എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് വന്നത് ഇസ്റാ. കഅബയിൽ നിന്നും ഫലസ്തീനിൽ നടക്കുന്ന മസ്ജിദുൽ അഖ്സയിലോട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹായത്തോടെ അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ബുറാഖ് എന്ന വാഹനത്തിൽ ചെയ്ത യാത്രയാണ് ഇസ്റാ. അവിടെ നിന്ന് 7 ആകാശവും കടന്ന് സിദ്റത്തുൽ മുൻതഹയിൽ ചെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ കാണാൻ പോയ യാത്രയാണ് മിഅറാജ്. അത് നബി തങ്ങളുടെ മാത്രം ഖുസൂസിയത്താണ്. ആകാശലോകങ്ങൾ തുറന്നു കൊടുത്ത് അല്ലാഹു അനുഗ്രഹിച്ചത് നബി തങ്ങളുടെ മാത്രം ഖുസൂസിയത്താണ്. എങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. ആകാശങ്ങളുടെ അത്ഭുതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലോട്ട് ചേർത്തി നോക്കുമ്പോൾ അതിനൊന്നും പ്രസക്തിയില്ല എന്നല്ല. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കാണിച്ചു കൊടുത്ത കാഴ്ചകൾ നബി തങ്ങൾക്ക് കാണിച്ചു കൊടുത്ത മിഅറാജിലേക്ക്, ആ ഒരു മിഅറാജിന്റെ അടുത്തോട്ട് വെക്കുമ്പോൾ അതൊന്നുമല്ലാതെയായി പോകും. നബി തങ്ങൾക്ക് കാണിച്ചു കൊടുത്ത മിഅറാജ് അത് നബി തങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. ആ മിഅറാജ് മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള മിഅറാജ് എന്ന് പറയുന്നത്, നമ്മുടെ മിഅറാജായ യാത്ര എന്ന് പറയുന്നത് അസ്സലാ, നമസ്കാരമാണ്. അത് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത് അസ്സലാത്തു മിഅറാജുൽ മുഅ്മിൻ. നിസ്കാരത്തിനോട് കയറി കഴിഞ്ഞാൽ ചില ആൾക്കാര്, നമ്മളെല്ലാവരും യാത്ര പോകും നിസ്കാരത്തിന്. നമ്മൾ പോകുന്ന യാത്രയും മഹാന്മാരാകുന്ന ആരിഫീങ്ങൾ, ഔലിയാക്കൾ, സഹാബത്ത് അവർ പോകുന്ന യാത്രയും രണ്ട് യാത്രയാണ്. അവരൊക്കെ പോകുന്ന യാത്ര യുദ്ധത്തിലൊക്കെ, ഉഹദ് യുദ്ധത്തിലും ഖൈബറിലൊക്കെ ദേഹത്ത് തറച്ച അമ്പുകൾ അതിന്റെ പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. ഒരു സൂചി കുത്തി കയറി പുറത്തെടുക്കുന്നത് പോലെയല്ല. അമ്പിന്റെ അറ്റത്ത് കാണുന്ന ഒരു ആരോ, ആ ആരയോട് കൂടെ കുത്തി കയറിയാൽ അത് മാംസത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുക എന്നുള്ളത് വളരെ വേദനാജനകമായ അവസ്ഥ. കുത്തുന്നതിനേക്കാൾ വേദനയായിരിക്കും അത് വലിച്ചെടുക്കുമ്പോൾ. ആ വേദന അറിയാതിരിക്കാൻ സ്വഹാബികൾ ചെയ്തിരുന്ന ഒരു മാർഗം നിസ്കരിക്കുക, എന്നിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളോട് അത് ഊരാൻ പറയും. ഇവർ നിസ്കരിക്കുമ്പോൾ അത് അവരുടെ ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കുക. കാരണം നിസ്കാരത്തിൽ കയറിയാൽ നിബിധങ്ങൾ മിഅറാജിന്റെ യാത്രയിൽ പോകുമ്പോൾ ഒരു അനുഭൂതി ഒരു മുഅ്മിന് കിട്ടുമെന്ന്. വേറെ ലോകത്തോട്ട് പോകും, നമ്മൾ പോണ ലോകം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നിസ്കാരത്തിൽ കയറിയാൽ പോകുന്ന ലോകം 4 റക്അത്ത് ളുഹർ നമസ്കരിക്കുമ്പോഴേക്കും നമ്മൾ 2 റൗണ്ട് ഭൂമി ചുറ്റും. എല്ലാ രാജ്യങ്ങളിലും പോകും, എല്ലാ കടയിലും പോകും, എല്ലാ ഇടപാടും തീർക്കും. എത്ര ഉണ്ട് കടണ്ട്, എവിടൊക്കെ കൊടുക്കാനുണ്ട്, എവിടുന്നൊക്കെ വാങ്ങാനുണ്ട്, എന്തൊക്കെ മറന്നു വെച്ചു, എന്തൊക്കെ മറന്നുപോയത് കിട്ടി, മറന്നു വെച്ചത് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള എല്ലാ ഓർമ്മയും നമുക്ക് നിസ്കാരത്തിൽ കിട്ടും. അത് നമുക്ക് ശ്രദ്ധയില്ലാത്തതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അല്ലാഹുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം ഖുസൂസിയത്താക്കപ്പെട്ട മിഅറാജിന്റെ യാത്രയിൽ അനുഭവിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ മിഅറാജ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത നമസ്കാരം അതൊരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മിഅറാജാണ്. അതാണ് ഒന്നാമത്തെ സമ്മാനം. രണ്ടാമത്തെ സമ്മാനമായിട്ട് അല്ലാഹു കൊടുത്തത് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളാണ്. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആമന റസൂൽ എന്ന് തുടങ്ങുന്ന ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി വൽ മുഅ്മിനൂൻ
എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന അവസാനത്തെ 2 ആയത്തുകൾ അത് ഇസ്രാ മിഅ്റാജ് യാത്രയിൽ അള്ളാഹു കൊടുത്ത 2ാമത്തെ സമ്മാനമാണ്. നിസ്കാരത്തിന് ശേഷം അള്ളാഹു കൊടുത്ത മറ്റൊരു സമ്മാനം. നബി തങ്ങൾ തന്നെ പറയുന്നത് ആ 2 ആയത്തുകളിൽ ശിഫുണ്ട്. ലോകത്തെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും അതിൽ ശിഫുണ്ട്. അത് പാരായണം ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, അജിബ്തുലി മുസ്ലിമിൻ, മുസ്ലിമിന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ? ഉറക്കം വരുന്ന സമയത്ത് രാത്രിയായി കഴിഞ്ഞാൽ യനാമു, അവൻ ഉറങ്ങാൻ പോകും, വലാ യഖറഉ, അവൻ ഓതൂല. എന്തോടൂല? ആമന റസൂൽ ഓതൂല. ആമന റസൂൽ ഓടാതെ കടക്കുന്ന ഒരു മുഅ്മിനായ ബുദ്ധിയുള്ള മനുഷ്യന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. എങ്ങനെയാണ് അവൻ ഉറക്കം വരുന്നത് എന്ന് മുസ്ലിം ഉമ്മത്തിനോട് ചോദിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വുളൂ ചെയ്തുകൊണ്ട്, വുളൂ എടുത്തിട്ട് വേണം ഉറങ്ങാൻ. അത് ഒരു പ്രത്യേകമാക്കപ്പെട്ട സുന്നത്താണ്. നമ്മൾ വുളൂ എടുത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ സുബ്ഹിയുടെ ബാങ്ക് കൊടുക്കുന്നത് വരെ അവന്റെ റൂഹ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ വുളൂ എടുത്തിട്ട് ഉറങ്ങണം. വുളൂ എടുത്ത് ഉറങ്ങിയാൽ വുളൂ മുറിയും. അത് വേറെ വിഷയം. അത് നമസ്കാരത്തിലോട്ട് ചേർത്തി പറഞ്ഞാൽ കിടക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന വുളൂ മുറിയുന്നത് പിന്നെ കണ്ണുറക്കപ്പെടണം. 9 മണിക്ക് വുളൂ എടുത്തുറങ്ങി നമ്മൾ 12:15 1 മണിക്ക് മൂത്രമൊഴിക്കാനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി എഴുന്നേറ്റാൽ ആ സമയത്താണ് ആ വുളൂ മുറിയുന്നത്. ഓരോ നിയമവും ഓരോ ഭാഗത്തോട്ട് ചേർക്കുമ്പോൾ അതിന്റെയൊക്കെ ഫിഖ്ഹിയായ മസ്അലകളും നിയമങ്ങളൊക്കെ വേറെ വേറെയാണ്. അപ്പൊ അതുകൊണ്ട് വുളൂ എടുത്തിട്ട് കിടക്കണം. ആ കിടക്കുന്ന സമയത്ത് ആമന റസൂൽ പാരായണം ചെയ്യണം. അവന്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ്. ബുദ്ധിയുള്ള ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യൻ അത് ഓടാതെ ഉറങ്ങുന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു അത്ഭുതം തന്നെയാണെന്ന് ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണമായ ഫാത്തിമത്ത് ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത അലി ഇബ്നു അബീ ത്വാലിബ് എന്ന ഇസ്ലാമിന്റെ 4ാമത്തെ ഖലീഫ അവിടുത്തെ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട്. 3ാമതായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത സമ്മാനം എന്ന് പറയുന്നത്, നബിയെ അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ മനുഷ്യന്മാർക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു ശിർക്ക് ചെയ്ത ആളുകൾക്കൊഴികെ. ശിർക്ക് ചെയ്തിട്ടില്ല, അവർക്കും യാതൊരു കാരണവശാലും പൊരുത്തപ്പെട്ടു കൊടുക്കില്ല. അല്ലാത്ത എല്ലാ ആളുകൾക്കും അവരുടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു കൊടുക്കുന്ന 3ാമത്തെ സമ്മാനമാണ്. അങ്ങനെ ഇങ്ങനെയുള്ള 3 ബറക്കത്താക്കപ്പെട്ട സമ്മാനങ്ങളും വാങ്ങി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദീജ ബീവിയും അവിടുത്തെ പ്രിയപ്പെട്ട പിതൃവ്യൻ അബൂ ത്വാലിബ് എന്നവരും വഫാത്തായി പോയ ആ ഒരു വിഷമത്തെ സന്തോഷിപ്പിക്കുന്ന യാത്ര നടന്ന ഒരു രാവാണ് ഇന്നത്തെ രാവ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാളെയാണ് മിഅ്റാജിന്റെ നോമ്പ് വരുന്നത്. ഹബീബായ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നത്, മൻ സ്വമ യൗമൻ യൗമ 27 മിൻ റജബി കുതിബ ലഹു സിയാമൻ 60 ശഹറ. റജബ് 27 രാവിൽ 27 നിങ്ങളിൽ ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ അവന് 60 മാസത്തെ നോമ്പ് പിടിച്ച പ്രതിഫലം ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ഇമാമികൾ, ഇബ്നു ഹജർ തങ്ങളെ പോലെയുള്ള ഒരുപാട് ഇമാമികൾ അവിടുത്തെ ഫിഖ്ഹിയായ ഗ്രന്ഥങ്ങളിൽ ഫത്ഹുൽ ഖുബറയിലും ഫത്ഹുൽ മുബീനിലും ഒക്കെ എഴുതി വെച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് നാളത്തെ നോമ്പ് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഉണർത്തുകയാണ്. കഴിയുന്ന ആളുകളൊക്കെ നോമ്പ് പിടിക്കുകയും അതിന്റെ കൂലി കരസ്ഥമാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഈ റജബ് 27 പുണ്യം കരസ്ഥമാക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.